अनमोल वचन अखिल भारतीय संत मत सत्संग के संस्थापक और गृहस्थ में आनंद योग के जनक परम संत महात्मा परम पूज्य श्री यशपाल जी महाराज अर्थात परम पूज्य भाई साहब जी द्वारा प्रतिपादित इन अनमोल वचनों का पालन करना अति आवश्यक है। ये वचन हमारी गृहस्थ आध्यात्मिक साधना के लिए मूलभूत सिद्धांत हैं, जो इस प्रकार हैं। हम दुनिया की हर चीज की कीमत आंकते हैं, अपने मानव जीवन की कीमत भी जाने व परमात्मा की प्राप्ति हेतु साधना करें। मनुष्य योनि एक उपहार है, इसीलिए परमात्मा को धन्यवाद देते हुए आधा घंटा प्रातःकाल, आधा घंटा सायंकाल पूजा अवश्य करें। सत्संग, सतनाम व सद्गुरु को प्राथमिकता देते हुए इसी के आधार पर ध्यान योगाभ्यास अवश्य करें व गृहस्थ के कार्यों को परमात्मा का कार्य समझकर उसी की याद में संपन्न करें। हर समय ये ध्यान रहे कि गुरु कृपा द्वारा परमात्मा की पवित्र सत्ता का हमारी आत्मा में वास है, अतः मन में निरंतर अपने इष्ट देव का जाप करें। मान सम्मान की इच्छा न करें व अपमान से दुखी न हो। परमात्मा के अतिरिक्त किसी और का भय न करें। दूसरों की बुराई न करें, न सुने, सत्य व मधुर बोलें, अश्लील शब्द मुंह से ना निकालें, सभी से नम्रतापूर्ण व सुंदर व्यवहार करें। धर्म पत्नी के अतिरिक्त अपने से बड़ी से माता जैसा, बराबर की से बहन जैसा व छोटी से पुत्री जैसा व्यवहार करें। सांसारिक जीवन यापन की आवश्यकताएं अंतहीन है, इसलिए अधिक से अधिक समय सत्संग में व धन परोपकार में खर्च करें। याद रखें, न स्त्री माया है, न धन दौलत, न ही परिवार। माया वह है जो हृदय को परमात्मा से दूर हटा दे। अतः निरंतर सत्संग और सद्गुरु की शरण में रहने का प्रयास करें। भोजन अपने इष्ट को अर्पण कर प्रसाद रूप में परमात्मा की याद में करें। रात्रि में सोने से पहले अच्छे बुरे कार्यों का आत्मनिरीक्षण कर उसका समुचित पश्चाताप करते हुए ध्यान करें व प्रभु की गहरी याद में ही विश्राम करें। परमात्मा तू ही है, तेरी इच्छा पूर्ण हो। जय सद्गुरुदेव जय पद शरणं श्री स्वरूप चरणों शरणं। जय सद्गुरुदेव जय पद शरणं श्री स्वरूप चरणों शरणं। നാം എത്ര ജോലിയെടുത്താലും ഈശ്വര കൃപയില്ലെങ്കിൽ ഒന്നും സാധിക്കുന്നില്ല എന്ന്. കൃഷി നന്നായി കൊയ്യാറായി, ദൈവം പ്രസാദിച്ചില്ലെങ്കിൽ മഞ്ഞ് വീണോ, മഴ പെയ്തോ, വെള്ളം വന്നോ എല്ലാം നഷ്ടമാകും. അങ്ങനെ എല്ലാം ചെയ്യാൻ കഴിയുന്നത് പരമാത്മാവിന് മാത്രമാണെന്നുള്ള യാഥാർത്ഥ്യം അവൻ തിരിച്ചറിയുന്നു. ഈ തിരിച്ചറിവുണ്ടായാൽ കർത്തൃത്വ ഭാവം മാറുന്നു. എല്ലാം ചെയ്യുന്നത് ഭഗവാനാണെന്നും താൻ ഭഗവാന്റെ കയ്യിലെ ഒരു പണിയായുധം മാത്രമാണെന്നും അവൻ മനസ്സിലാക്കുന്നു. അവന്റെ ഓരോ ശ്വാസത്തിലും ഈശ്വര സ്മരണ ഉണ്ടായിരിക്കും.
നോക്കൂ, എന്തൊരു മാറ്റമാണ് ജീവിതത്തിൽ വന്നിരിക്കുന്നത്. എന്തൊരു നിസ്വാർത്ഥത, എന്തൊരു ശാന്തത, എന്തൊരു സമാധാനം, എന്തൊരു സന്തോഷം. ഭാവന മാറിയാൽ എത്ര വ്യത്യസ്തത. അതേ കർമ്മം, കൃഷിപ്പണി സ്വാർത്ഥ താല്പര്യത്തിനും ധനസമ്പാദ്യത്തിനും മാത്രമാണെങ്കിൽ ഒരുവനെ ദുഃഖിതനും ബന്ധനസ്ഥനാക്കുന്നുവെങ്കിൽ, അതേ കർമ്മം മറ്റൊരു ഭാവനയിൽ, അതായത് പരോപകാരാർത്ഥമായി അനുഷ്ഠിക്കുമ്പോൾ ധനലാഭത്തിനും സന്തോഷത്തിനും പുറമെ ഒരുവനെ പരോപകാരിയുമാക്കി മാറ്റുന്നു. അതേ കർമ്മം തന്നെ പരമാത്മാവിൻ്റെ സ്മരണയിൽ ചെയ്യുമ്പോൾ അത് നമ്മെ ഈശ്വര സാക്ഷാത്കാരത്തിന് സഹായിക്കുന്നു. എല്ലാ കർമ്മവും പൂജയല്ലെങ്കിലും എല്ലാ കർമ്മവും പൂജയാക്കി മാറ്റാം. അതുകൊണ്ട് കർഷകരായ ഈ 70% ജനങ്ങൾ അവരുടെ ജീവിതശൈലി മാറ്റിയാൽ രാജ്യത്തിന് വിപ്ലവകരമായ മാറ്റം വരുമെന്ന് മാത്രമല്ല, രാജ്യത്തിൻ്റെ രൂപം തന്നെ മാറും. വ്യാപാരികൾ. രണ്ടാമത്തെ വിഭാഗം വ്യാപാരികളാണ്. ഇവരിൽ 20% വ്യാപാരികൾ മറ്റൊന്നിനും സമയം കിട്ടാത്തവരാണ്. രാവിലെ എഴുന്നേറ്റാൽ രാത്രി 10 മണി വരെയും പൈസയുടെ മഴയാണ്. എണ്ണാൻ തന്നെ പറ്റാത്ത രീതിയിൽ ചാക്കിൽ കെട്ടിവെക്കുകയാണ്. ഇവർക്കറിയുന്നില്ല എവിടെയാണ് ചിലവഴിക്കേണ്ടത് എന്ന്. അവരുടെ ജീവിതമോ ഇത്രയും തിരക്ക് പിടിച്ചതും. ആഹാരം കഴിക്കുവാൻ തന്നെ സമയമില്ല. വർദ്ധിച്ച പണി കാരണം ദഹനശക്തിയില്ലാതെ കഞ്ഞി തന്നെ ദഹിക്കുന്നില്ല. ഇവരുടെ ജീവിതം തന്നെ മരുന്നുകളുടെ ആശ്രയത്തിലത്രേ. ഇവർക്ക് ജീവിതത്തിൽ ഒരു സുഖവുമില്ല. വൈകുന്നേരമായാൽ ഇത്രയും അറിയാം, ഇന്നത്തെ ലാഭം 1-2 ലക്ഷം അല്ലെങ്കിൽ കോടിയായി എന്നാണ്. ഇതാണ് അവരുടെ സുഖവും ആനന്ദവും. സാധാരണയായി നമ്മുടെ രാജ്യത്ത് 10-10,000 രൂപ മാസവരുമാനമുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ചെലവും നടക്കും. എല്ലാ കാര്യങ്ങളും നല്ലപോലെ നടക്കുമെങ്കിൽ പിന്നെ അധിക പൈസയുടെ ആവശ്യം തന്നെ എന്തിനാണ്? ഇത്തരത്തിലുള്ള വ്യാപാരികളുടെ തൃഷ്ണയ്ക്ക് അന്തമില്ല. ഇവർ കഴിഞ്ഞ ജന്മത്തിൽ കടക്കാരായിരിക്കും. ആ കടമാണ് ഈ ജന്മം അവർ തിരിച്ചടയ്ക്കുന്നത്. ഇവരുടെ കുട്ടികളുടെ കടക്കാരാണിവർ. ആ കടമാണ് ഈ ജന്മം അവർ തിരിച്ചടയ്ക്കുന്നത്. അവരുടെ കുട്ടികളാണ് എല്ലാ സുഖവും അനുഭവിക്കുന്നത്. ചിലരുടെ പക്കൽ 2 കാറെങ്കിൽ ചിലർക്ക് 3 കാറ്. ചിലർ അശോക ഹോട്ടലിൽ എങ്കിൽ മറ്റു ചിലർ താജ് ഹോട്ടലിൽ. പക്ഷേ ഈ വ്യാപാരികളുടെ ജീവിതം വളരെ പരിതാപകരമാണ്. അവരുടെ ചിന്ത ഇൻകം ടാക്സും സെയിൽ ടാക്സും ഒക്കെയാണ്. ഇത്തരം ദുർഭാഗ്യവാന്മാരായ വ്യാപാരികൾക്ക് പോലും നിരാശരാകേണ്ട ആവശ്യമില്ല. നമ്മുടെ സദ്ഗുരുക്കൾ അവർക്ക് മോക്ഷപ്രാപ്തിക്ക് വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരേ ജോലി തന്നെ വീണ്ടും വീണ്ടും ആവർത്തി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് രക്ഷയ്ക്ക് മാർഗമുണ്ട്. നിങ്ങളുടെ ജോലി നിങ്ങളുടെ ഷോപ്പിംഗ് സെൻറ്ററിൽ ബില്ലുണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക. ബില്ല് എഴുതുന്നതിന് മുമ്പ് നാം ഓം ജപിക്കുക. ബില്ലെഴുതി കഴിഞ്ഞാലും ഓം ജപിക്കുക. ഇങ്ങനെ ഭഗവാന്റെ സ്മരണയുണ്ടാക്കുക. ക്യാഷിലാണ് ഇരിക്കുന്നതെങ്കിൽ കയ്യിൽ 1 രൂപ കിട്ടിയാൽ ഓം ജപിക്കുക. എണ്ണി മേശയിലിട്ട് കഴിഞ്ഞാൽ വീണ്ടും ഓം ജപിക്കുക. 1000 തവണ നാം ബില്ലെഴുതുകയോ ക്യാഷ് ഇടപാട് നടത്തുകയോ ചെയ്താൽ 2000 തവണ ഭഗവാന്റെ നാമം ജപിക്കുന്നു. 2000 തവണ ഭഗവാന്റെ നാമം ജപിച്ച് ജോലി ചെയ്യുന്നവന് ഭഗവത് സ്മരണ നിരന്തരമായി ഉണ്ടാവുന്നു. അങ്ങനെ നിരവധി ആവർത്തി ചെയ്യുന്ന ജോലികളുണ്ട്. അവർക്ക് എല്ലാം ഇതേപോലെ അഭ്യസിച്ച് ശീലമാക്കാവുന്നതേയുള്ളൂ. ഈ സന്ദർഭത്തിൽ നമ്മുടെ സദ്ഗുരുവിനുണ്ടായ ഒരു അനുഭവം പറയാം. അദ്ദേഹം ജബൽപൂരിലായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥനായ ശ്രീ എസ് കൃഷ്ണൻ എന്ന ഒരാളുണ്ടായിരുന്നു. തൻ്റെ ഗുരുജി മഹാരാജ് വീട്ടിൽ വന്നപ്പോൾ സത്സംഗത്തിനായി ശ്രീ എസ് കൃഷ്ണനെയും അദ്ദേഹം ക്ഷണിച്ചു. അദ്ദേഹം വന്നു. പല കാര്യങ്ങളും ഗുരുമഹാരാജുമായി സംസാരിച്ചു. എല്ലാം അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. പോകുമ്പോൾ ശ്രീ എസ് കൃഷ്ണൻ പറഞ്ഞു, അവിടുന്ന് പറഞ്ഞത് വളരെ ഇഷ്ടപ്പെട്ടു, നല്ലതാണ്, പക്ഷേ തനിക്കിതിനൊന്നും തീരെ സമയമില്ല എന്ന്. അപ്പോൾ ഗുരുമഹാരാജ് താങ്കൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. താൻ ഓഫീസിലാണെന്നും അഡ്മിനിസ്ട്രേഷൻ്റെ ഭാരിച്ച ചുമതല തന്നിലാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്താണ് ഓഫീസിൽ ശരിക്കും ചെയ്യുന്നതെന്ന ഗുരുമഹാരാജിൻ്റെ ആവർത്തിച്ച ചോദ്യത്തിന് അദ്ദേഹം തനിക്ക് ഓഫീസിൻ്റെ മുഴുവൻ ചുമതലയാണെന്നും ദിവസവും ധാരാളം ഫയലുകളുടെ കെട്ടുകൾ
മേശപ്പുറത്തുണ്ടാകുമെന്നു മാത്രമല്ല, പുതിയ കേസുകൾ വന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഗുരു മഹാരാജ് അപ്പോൾ അന്വേഷിച്ചത് എല്ലാ കേസുകളും താങ്കൾ ശരിക്കും പഠിക്കാറുണ്ടോ എന്നാണ്. എല്ലാം നോക്കുവാൻ സാധിക്കുകയില്ലെങ്കിലും 10% കേസെടുത്ത് ശരിക്കും പരിശോധിക്കും. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും തൻ്റെ ഓഫീസ് ശരിക്ക് ജോലി ചെയ്യുന്നുണ്ടോ എന്ന്. പിന്നെ നോക്കും ഹെഡ് ക്ലാർക്കിൻ്റെയും അക്കൗണ്ട് ഓഫീസറുടെയും കയ്യൊപ്പുണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ താനും ഒപ്പിടും എന്ന് പറഞ്ഞു. ഗുരു മഹാരാജ് ചോദിച്ചു, ദിവസേന എത്ര ഒപ്പിടേണ്ടി വരാറുണ്ട് എന്ന്. ഉത്തരം ലഭിച്ചു, 1000കണക്കിനെന്ന്. ഒരു ഓർഡർ ഉണ്ടെങ്കിൽ അതിൻ്റെ 10-15 കോപ്പിയിൽ ഒപ്പിടേണ്ടി വരും. അപ്പോൾ ഗുരു മഹാരാജ് പറഞ്ഞു, അങ്ങേക്ക് ചെയ്യേണ്ട അഭ്യാസം വളരെ എളുപ്പമാണ്. എപ്പോൾ ഒപ്പിടുന്നുവോ അപ്പോൾ ഓം എന്ന് ജപിക്കുക. ഇതിനെന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് അദ്ദേഹം അന്വേഷിച്ചു. ശ്രീ എസ് കൃഷ്ണൻ ഇത് സാധ്യമാണെന്ന് പറയുക മാത്രമല്ല, ഇത് അഭ്യസിക്കുവാനും തുടങ്ങി. അതിനുശേഷം നമ്മുടെ സദ്ഗുരുദേവന് ഡൽഹിയിലേക്ക് സ്ഥലം മാറ്റമായി. 5-6 കൊല്ലത്തിനു ശേഷം ശ്രീ എസ് കൃഷ്ണനും ട്രാൻസ്ഫറായി ഡൽഹിയിലേക്ക് വന്നു. അദ്ദേഹം സദ്ഗുരുവിനെ കണ്ടയുടൻ പറഞ്ഞു, അങ്ങയുടെ ഗുരു മഹാരാജ് വന്നപ്പോൾ അദ്ദേഹം എന്നോട് എന്താണ് ഉപദേശിച്ചതെന്ന് താങ്കൾക്ക് ഓർമ്മയുണ്ടോ എന്ന്. ഓർമ്മയുണ്ടെന്നും ഓരോ ഒപ്പിടുമ്പോഴും ഓം എന്ന് ജപിക്കണമെന്നും പറഞ്ഞിരുന്നുവെന്നും സദ്ഗുരു അറിയിച്ചു. ശ്രീ എസ് കൃഷ്ണൻ പറയുകയാണ്, അങ്ങക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല. അതിനുശേഷം താൻ ഒരു ഒപ്പ് പോലും ഓം ജപിക്കാതെ ചെയ്തിട്ടില്ല എന്ന്. വളരെ നല്ലത് എന്ന് സദ്ഗുരുവും മറുപടി പറഞ്ഞു. അദ്ദേഹം ഒരു വിശിഷ്ടാത്മാവ് തന്നെ. കുറേ കാലം അദ്ദേഹം ഡൽഹിയിൽ ജീവിച്ചു. ഒരു ദിവസം ഹരിദ്വാറിൽ പോയി കുളിച്ച് പൂജ ചെയ്ത് ഭജന ചൊല്ലിക്കൊണ്ട് പുറത്തു വന്നപ്പോൾ ശരീരം പൂ പോലെ ത്യജിച്ചു. അങ്ങനെ പരമാത്മാവിൻ്റെ സ്മരണയിൽ സുന്ദരമായ ശരീരത്യാഗം. ഒരു ചെറിയ കാര്യം എത്ര വലിയ മഹത്വത്തിലേക്കാണ് എത്തിച്ചതെന്ന് നോക്കുക. അതിനാലാണ് നമ്മുടെ സദ്ഗുരുക്കൾ ആവർത്തിച്ച് ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ ഭഗവാന്റെ നാമം ജപിച്ച് ചെയ്യുന്നത് ശീലമാക്കാൻ പറയുന്നത്. അല്ലെങ്കിൽ കണ്ണു തുറന്നുകൊണ്ട് തന്നെ ഈശ്വരസ്മരണയിൽ മുഴുകുക. ആളുകൾ വാങ്ങിക്കുവാൻ വന്നാൽ ഭഗവത് സ്മരണ വിട്ട് അവരുമായി കച്ചവടം നടത്തുക. അവർ സന്തുഷ്ടരായി പോയി എങ്കിൽ പിന്നെയും ഈശ്വരസ്മരണയിൽ മുഴുകുക. ഇതിൽ പ്രധാനമായും നോക്കേണ്ടത് സമയം വ്യർത്ഥമാക്കാതിരിക്കാനാണ്. ഒന്നുകിൽ കച്ചവടം നടത്തുക, അല്ലെങ്കിൽ ഈശ്വരസ്മരണയിലിരിക്കുക. പിന്നെയും ആരെങ്കിലും വന്നാൽ ഈശ്വരസ്മരണ വിട്ട് കച്ചവടം നടത്തുക, പിന്നെയും ഈശ്വരസ്മരണ. ഇങ്ങനെ ഒഴിവു സമയം മുഴുവൻ മനസ്സിനെ പരമാത്മാവിനോട്ട് കൊണ്ടുവരിക. ഈ രീതി കുറച്ചുകാലം പരിശീലിക്കുമ്പോൾ ഒഴിവു സമയമെല്ലാം തന്നെ ഈശ്വരസ്മരണയിലായി മാറും. സാധാരണയായി ഒരു കച്ചവടക്കാരൻ 12 മണിക്കൂർ കടയിലുണ്ടാകും. രാവിലെ 8 മണിക്കൂറും 8 മണി മുതൽ രാത്രി 8 മണി വരെ. ഊണും അവിടെ തന്നെയാവും കഴിക്കുക. ഊണ് ഭഗവാൻ അർപ്പിച്ച് ഭഗവത് സ്മരണയിൽ തന്നെ കഴിക്കണം. ഇതിനുശേഷം കുറച്ച് വിശ്രമം എടുക്കുക പതിവായിരിക്കും. അതും ഈശ്വരസ്മരണയിലാകും. അങ്ങനെ 12 മണിക്കൂറിൽ 6 മണിക്കൂർ കച്ചവടം ഉണ്ടെങ്കിൽ 6 മണിക്കൂർ ഈശ്വരസ്മരണയിലായിരിക്കും. പ്രധാനമായും വേണ്ടത് എന്തെന്നാൽ സമയം വ്യർത്ഥമാക്കാതിരിക്കുക എന്നതാണ്. ഒന്നുകിൽ ഈശ്വരസ്മരണ, അല്ലെങ്കിൽ ജോലി. ഇത് തൻ്റെ കച്ചവടത്തെയോ ലൗകിക ജീവിതത്തെയോ ഒരു വിധത്തിലും ബാധിക്കുന്നില്ല. ഒരു വ്യവസായി ഒരു വലിയ ഫാക്ടറി തുറന്നുവെങ്കിൽ രാജ്യത്തിൻ്റെ സമൃദ്ധി കൂടും, കൂടുതൽ ജോലി സൗകര്യങ്ങൾ ഉണ്ടാകും. പക്ഷേ അയാളുടെ ഉദ്ദേശം വെറും പൈസ ഉണ്ടാക്കുക മാത്രമാണെങ്കിൽ അത് ബന്ധനത്തിനുള്ള കാരണമാകും. കർമ്മം ഏതു ഭാവനയാലാണ് ചെയ്യുന്നത് എന്നതാണ് പ്രധാനം. ഉദ്ദേശം പൈസ മാത്രമാണെങ്കിൽ ബന്ധനത്തിൽപ്പെട്ട് ആ കർമ്മം ദുഷ്ചതാകും. അല്ല, അതിൻ്റെ പിന്നിൽ സുന്ദരമായ സ്വാത്വിക ഭാവനയുണ്ടെങ്കിൽ, അതായത് ഈശ്വരൻ സഹായിച്ച് തനിക്ക് സമ്പത്തും സൗകര്യങ്ങളും തന്നിട്ടുണ്ട്, താൻ പുതിയൊരു ഫാക്ടറി തുടങ്ങുമ്പോൾ രാജ്യത്ത് സമൃദ്ധി ഉണ്ടാകും, തൊഴിലവസരങ്ങൾ കൂടും, രാജ്യത്തിന് നന്മയുണ്ടാവുമെന്ന് മാത്രമല്ല തനിക്ക് ലാഭവും കിട്ടും. ഇത്തരത്തിലുള്ള ഭാവന അയാളെ നിസ്വാർത്ഥനും പരോപകാരിയുമാക്കുന്നു. ഒന്ന് ബന്ധനമാണെങ്കിൽ ഭാവന മാറുമ്പോൾ അത് പരോപകാരമായി മാറുന്നുവെന്ന് മാത്രമല്ല, അയാൾക്ക് നല്ല ലാഭവും കിട്ടുന്നു. നാം ജോലി ചെയ്യുന്നിടത്തെല്ലാം എഴുതി കാണാറുണ്ട്, കർമ്മം തന്നെയാണ് പൂജ എന്ന്.
പക്ഷേ എല്ലാ കർമ്മവും പൂജയല്ല. ഏതു ഭാവനയിലാണോ ചെയ്യുന്നത് അതിൻ്റെ ഫലവും അപ്രകാരം തന്നെ. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൊട്ടാരത്തിൽ കുചേലൻ പോയി. അയാളുടെ കൈവശം വെറും അവിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. അക്കാലത്ത് അതിൻ്റെ വില വളരെ തുച്ഛമായിരുന്നുവെങ്കിലും അത് വിലമതിക്കാനാവാത്തതായത് അത് നൽകുമ്പോഴുണ്ടായിരുന്ന ഭാവന കൊണ്ടായിരുന്നു. അതുകൊണ്ട് കർമ്മത്തിന് ഭാവനയാണ് പ്രധാനം. ഒന്ന് മുകളിലേക്ക് കൊണ്ടുപോകുന്നുവെങ്കിൽ മറ്റേത് ചുവട്ടിലേക്കും. വ്യാപാരി നല്ല ഭാവനയോടുകൂടി രാജ്യത്തിൻ്റെ സമൃദ്ധിക്കും ഉൽപാദനത്തിനും സുഖ സൗകര്യങ്ങൾക്കും വേണ്ടി ചെയ്യുന്നുവെങ്കിൽ അത് ശരിയായ സേവനം അനുഷ്ഠിക്കലാണ്. അങ്ങനെ വ്യാപാരികൾക്ക് 10 നിന്നും 16 മണിക്കൂർ ഈശ്വരസ്മരണയുണ്ടാക്കാം. ബുദ്ധിജീവികൾ. മൂന്നാമത്തെ തരത്തിലുള്ള ആളുകളാണ് ബുദ്ധിജീവികൾ. ഇതിൽ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, റിസർച്ച് സ്കോളർമാർ, ഗവേഷകന്മാർ, ഓഫീസിൽ ജോലി ചെയ്യുന്നവർ മുതലായവർ ഉൾപ്പെടും. ഇവരുടെ ജോലി സമയം 7 മണിക്കൂറോ 9 മണിക്കൂറോ ആകാം. 1 മണിക്കൂർ ഭക്ഷണത്തിനും. ഇത് ഈശ്വരന് കൊടുക്കേണ്ടത് തന്നെയാണ്. ഭക്ഷണം മുന്നിൽ വന്നാൽ ഭഗവാൻ അർപ്പിച്ച് ഭഗവാന്റെ സ്മരണയിൽ കഴിക്കുക. ഇത് കഴിഞ്ഞാൽ അരമണിക്കൂർ വിശ്രമിക്കുക. കസേരയിൽ കിടന്ന് വളരെ സാവധാനത്തിൽ കണ്ണടക്കി ഈശ്വരനെ സ്മരിക്കുക. ഇങ്ങനെ ചെയ്താൽ മനസ്സിന് വളരെ ഉന്മേഷം കിട്ടും. ഉച്ചതിരിഞ്ഞുള്ള ജോലിക്ക് ഒട്ടും വല്ലായ്മ തോന്നുകയുമില്ല. ജോലിക്ക് കാര്യക്ഷമത കൂടും. ചായയുടെ 2 സമയം 15 മിനിറ്റ് അതും ഈശ്വരസ്മരണയിൽ ചെയ്യേണ്ടതാണ്. ഇപ്രകാരം 7-9 മണിക്കൂറിൽ 1.5 മണിക്കൂർ ഈശ്വരന് കൊടുക്കാം. സാധാരണയായി ഓഫീസുകളിൽ നിരന്തരമായി ജോലിയൊന്നും ഉണ്ടാകാറില്ല. ചില ഓഫീസിൽ ഉണ്ടാകും. രാവിലെ ഓഫീസിൽ ചെന്നാൽ ആദ്യം തൻ്റെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ ഇഷ്ടമിത്രങ്ങളുമായി കുറച്ചു നേരം സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടാം. പറ്റുമെങ്കിൽ റീഡേഴ്സ് ഡൈജസ്റ്റിൽ നിന്നും വല്ല തമാശകളും എടുത്തു പറയുകയും ചെയ്യാം. എല്ലാവരെയും സന്തോഷിപ്പിച്ച് സീറ്റിൽ വന്നിരുന്ന് ജോലിയുണ്ടെങ്കിൽ ആത്മാർത്ഥമായി ജോലി ചെയ്യുക. ജോലി കഴിഞ്ഞ് കണ്ണു തുറന്ന് ഈശ്വരനെ സ്മരിക്കുക. ജോലി ഉണ്ടെങ്കിൽ ആത്മാർത്ഥമായി ജോലി ചെയ്യുക. അത് കഴിഞ്ഞാൽ ഈശ്വര സ്മരണയാകാം. ഇതിനെപ്പറ്റി മറ്റുള്ളവരോട് പറയാതിരിക്കുകയാണ് നല്ലത്. പറഞ്ഞാൽ ഒരു കാര്യവും നടക്കുകയില്ല. താൻ ഓഫീസിൽ ഈശ്വര സ്മരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ഓഫീസ് ജോലികൾ ഒന്നും മറ്റുള്ളവർ ചെയ്യിപ്പിക്കുകയില്ല. ചിലർ പേനയെറിയും, ചിലർ ചോക്ക്. നിങ്ങൾക്ക് പല പേരുകളും വയ്ക്കും, ഭക്തനെന്നോ സ്വാമിജിയെന്നോ എന്ന്. അങ്ങനെ നിങ്ങളെ ജോലി ചെയ്യുവാൻ തന്നെ അനുവദിക്കുകയില്ല. അതുകൊണ്ട് വളരെ ജാഗ്രത പുലർത്തണം. ഈ കാര്യം ആരെയും അറിയിക്കാതെ ചെയ്യേണ്ടതാണ്. ആരും അറിയാതെ ധ്യാനിക്കുക. പിന്നെ എങ്ങനെയെങ്കിലും ധ്യാനത്തിൽ കണ്ണടഞ്ഞു എങ്കിൽ കൂട്ടുകാർ കരുതണം സെക്കൻഡ് ഷോ സിനിമയ്ക്ക് പോയിരുന്നതായിരിക്കും എന്ന്. സിനിമ കണ്ടുവെന്നാൽ ദോഷമില്ല. ഈശ്വരനെ ധ്യാനിക്കുന്നു എന്നറിഞ്ഞാൽ കളിയാക്കാൻ തുടങ്ങും. അതുകൊണ്ട് ആരെയും അറിയിക്കാതെ അഭ്യാസം ചെയ്യുക. അതുകൊണ്ട് ലാഭമുണ്ടാകും. അങ്ങനെ ഈശ്വരസ്മരണ ഒരു ശീലമാകും. ജോലി കഴിഞ്ഞാൽ ഈശ്വരസ്മരണ, ജോലിയുണ്ടെങ്കിൽ ജോലി. നമ്മുടെ സദ്ഗുരുക്കൾ പറയാറുണ്ട്, നാം ലോകത്തിലുള്ള എല്ലാ സാധനങ്ങളുടെയും വില കണക്കാക്കാറുണ്ടെന്ന്. വസ്ത്രത്തിൻ്റെ വില, ഭൂമിയുടെ സെൻറ്റിൻ്റെ വില ഇത്ര, വീടിനിത്ര, കടയ്ക്കിത്ര, ആഭരണങ്ങൾക്കിത്ര. പക്ഷേ സങ്കടമെന്ന് പറയട്ടെ, നാം നമ്മുടെ വില ആലോചിക്കുന്നില്ല. നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ വില എന്താണ്? സദ്ഗുരുവര്യന്മാർ പറയുന്നത്, ഈ ജീവൻ വളരെ വിലപ്പെട്ടതിനാൽ ജീവിതത്തിൽ ഒരു മിനിറ്റ് പോലും വെറുതെ കളയരുത് എന്നത്രേ. അതാണ് അവരുടെ മാർഗദർശനം. ലൗകിക കാര്യങ്ങളിൽ തീർച്ചയായും ഏർപ്പെടാം, ഒരു തെറ്റുമില്ല. ഒരു ശാസ്ത്രജ്ഞനാണെങ്കിൽ ഈ സമയം അയാൾ എന്തെങ്കിലും ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കും. അതിനാൽ ലോകത്തിന് നന്മയുണ്ടാകും. എന്തെങ്കിലും പുതിയത് ഉരുത്തിരിഞ്ഞു വരും. അതുകൊണ്ട് ആളുകൾക്ക് ഗുണമുണ്ടാകും. നഷ്ടം എവിടെയെന്നാൽ നമ്മുടെ സമയം അനാവശ്യമായി വൃഥാ കളയുമ്പോഴാണ്. ഒന്നുകിൽ ലോകത്തിലെ ജോലി ചെയ്യുക, അല്ലെങ്കിൽ നാം ഏത് ഭാവനയോട് ജോലി ചെയ്യുന്നു എന്നതാണ് പ്രധാനം. ശമ്പളത്തിന് വേണ്ടി മാത്രമാണ് ജോലി ചെയ്യുന്നത് എങ്കിൽ ഒരിക്കലും സന്തോഷമുണ്ടാകുകയില്ല. എപ്പോഴും അസൂയയാണ് അനുഭവപ്പെടുക. അയാൾ വിചാരിക്കും, എൻ്റെ മേലധികാരി വെറും മെട്രിക്കാണ്, 4000 രൂപ ശമ്പളം വാങ്ങിക്കുന്നു. ഞാൻ BA ആണ്, എന്നിട്ടും അതിനേക്കാൾ കുറച്ച് ശമ്പളമേ കിട്ടുന്നുള്ളൂ.
ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ലോകത്ത് സർവ്വസാധാരണമാണ്. നമ്മുടെ ലക്ഷ്യം ധനമാർജിക്കൽ മാത്രമാണെങ്കിൽ ശാന്തി ഒരിക്കലും ഉണ്ടാവുകയില്ല. ഇതിൽ നിന്നും കുറച്ചുയർന്ന് വ്യത്യസ്തമായ ഭാവനയിൽ ചിന്തിച്ചാൽ പരിണാമം വളരെ വിഭിന്നമായിരിക്കും. അതായത് ഈ ജോലി നമുക്ക് ഭഗവാനാണ് തന്നിരിക്കുന്നത്. ഈ ജോലി ഭഗവാനാണ് തന്നിരിക്കുക. ഞാൻ എൻ്റെ മേലധികാരിയെ ബഹുമാനിക്കണം, ആദരിക്കണം, ഇതെൻ്റെ കടമയാണ്. ഇത്തരം ഭാവനയിലാണ് ജോലി ചെയ്യുന്നത് എങ്കിൽ നമുക്കൊരിക്കലും അസന്തോഷം ഉണ്ടാവുകയില്ലെന്ന് മാത്രമല്ല, ആധ്യാത്മികമായി വളരെ മുന്നേറുകയും ചെയ്യും. സഹപ്രവർത്തകരുടെ കാലുവാരൽ, മേലുദ്യോഗസ്ഥനെ സോപ്പിടൽ മുതലായവ മൂലം പ്രമോഷൻ കിട്ടിയേക്കാം. പക്ഷേ എത്ര കാലത്തേക്ക്? ഒടുവിൽ വിജയം ആത്മാർത്ഥതയോടെ ഈശ്വരൻ ഏൽപ്പിച്ച ജോലിയാണെന്ന് വിചാരിച്ച് ചെയ്യുന്നവന് തന്നെയാണ് അവർക്ക് ശരിയായ സുഖവും ശാന്തിയും ലഭിക്കുമെന്ന് മാത്രമല്ല, അവർ എപ്പോഴും സംതൃപ്തരുമായിരിക്കും. എത്ര മഹത്തരമാണിത്! ഉന്നതമായ ആദർശങ്ങളെ മുറുകെ പിടിച്ച് ആധ്യാത്മിക തൽപരനായി പരമാത്മാവിൻ്റെ സ്മരണയിൽ നയിക്കുന്ന ഈശ്വരമയമായ ജീവിതം തീർത്തും മഹത്തായതു തന്നെ. അങ്ങനെ ഈ സംസാരത്തിൽ ഒരു സാധാരണ ജീവിതം നയിച്ച് ജീവൻ മുക്താവസ്ഥ നേടി തൻ്റെ പരമലക്ഷ്യമായ മോക്ഷത്തെ പ്രാപിക്കുന്നു. ആയതിനാൽ ഭാവന വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് കർമ്മഫലം മാറുന്നു. ബുദ്ധിജീവികൾക്ക് വേണമെങ്കിൽ ഇത്തരത്തിൽ സാധന ചെയ്ത് വലിയ വിഷമം കൂടാതെ തന്നെ 16 മണിക്കൂർ ഭഗവത് സ്മരണയിൽ കഴിയാം. ബാക്കി സമയം മുഴുവൻ ലൗകിക കാര്യങ്ങൾക്കായി വിനിയോഗിക്കാം. വിവിധ തൊഴിലാളികൾ. 4ാമത്തെ തരക്കാരാണ് തൊഴിലാളികൾ. ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവർ. സാധാരണ വലിയ ഫാക്ടറികളിൽ പലതരത്തിലുള്ള യന്ത്രങ്ങൾ ध्यान योग के कार्यक्रम आनंद योग से निशुल्क जुड़ने के लिए संपर्क करें 9810239677।